ആ വണ്ടികളിലൊന്നുമില്ലാത്തൊരു കാര്യം ഇതിലുണ്ട്. 33,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അവരെനിക്ക് തന്നത്. പക്ഷേ ടാറ്റ അവിടെ എന്നെ ഞെട്ടിച്ചു. ഞാനിന്ന് മാറാനുള്ള മെയിൻ ഒരു കാരണം. പിന്നെ വേറൊരു കാര്യം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് ഗൈസ്. പവറിനകത്ത് നമ്മൾ ഈ 400 bhp പറയുന്നതിന് 2 മോട്ടറിന് പവർ കൂട്ടുന്നതാണ്. പക്ഷേ അതല്ല ശരിക്കുള്ള എൻ്റെ പവർ. ടാറ്റക്കാരോട് എനിക്ക് ഏറ്റവും സങ്കടമായിട്ടായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ബാക്ക് സീറ്റ്. ഞാൻ അന്ന് നോക്കിയത് ഈ ഗുഡിയറിന്റെ തന്നെ EV ടയറായിരുന്നു നോക്കിയത്. അതിൽ നിന്ന് എനിക്ക് 4,000 വ്യത്യാസം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു ഫീച്ചറാണിത്. ഓക്കെ, 2025 ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റിലെ അടുത്തൊരു ബിഗ് ന്യൂസ്, ടാറ്റ ഹാരിയർ EV. മഹേന്ദ്രയുടെ BEs ഒക്കെ 2025 മാർച്ചോടുകൂടിയാണ് ഇറങ്ങി തുടങ്ങിയത്. അതിനുശേഷം ടാറ്റ അവതരിപ്പിച്ച ഹാരിയർ EV വന്നു. ഇതും ഞെട്ടിച്ചു. കാരണം മഹേന്ദ്രയുടെ BEs ഡിസൈൻ വൈസോ അല്ല അതിൻ്റെ ഫീച്ചർ വൈസോ ആളുകളെ ഞെട്ടിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ടാറ്റയുടെ ഹാരിയർ EV ലോഞ്ച് ആവുന്നത്. മഹേന്ദ്ര BEsനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടാണ് ടാറ്റ ഹാരിയർ EV വന്നത്. ഇതിൻ്റെ ആദ്യത്തെ ആഡൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. അതായത് ഇതൊരു ക്വാഡ് വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഇലക്ട്രിക് കാർസ് നമുക്ക് ഒരു 50 lakhs താഴെ നോക്കിയാലും ഒരു വണ്ടിയിലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹാരിയർ EV വന്നത്. ഏതായാലും മഹേന്ദ്ര BEസിലുള്ളതുപോലെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ 360° ക്യാമറ അല്ല, ഇതിന് 540° ട്രാൻസ്പെറൻറ്റ് വ്യൂ ആണ് ഹാരിയർ EVയിൽ അവതരിപ്പിച്ചത്. അതുപോലെ കുറേ ഫീച്ചേഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഏതായാലും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനുമായിട്ടാണ്. ഇതിൻ്റെ ടോപ്പ് മോഡൽ സ്വന്തമാക്കിയിട്ടുള്ളൊരു യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്ഥിരം കാര്യം തന്നെ. സോ ഞാൻ അധികം ഹാരിയർ EVയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇതിൻ്റെ യൂസർ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സോ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചോദിക്കാം. സോ ഹാരിയർ EVയുടെ ഓണർ, ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ബ്രോയുടെ പേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതും പ്രേക്ഷകർ. എൻ്റെ പേര് അജിത്ത്. ഞാൻ നിലവിലെ RT ഓഫീസ്, കോന്നി RT ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഒരു ക്വാഡ് വീൽ ഡ്രൈവ് EV സ്വന്തമാക്കി. ക്വാഡ് വീൽ ഡ്രൈവ് EV ഒക്കെ നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു ഡ്രീം കം ട്രൂ, ആ ഒരു ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സ്വന്തമാക്കിയത്. ഓക്കെ, സോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ന്യൂസസ്? ഹാരിയർ EV വരുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ B6 മഹേന്ദ്രയുടെ BEs ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴാണ് ഇത് വന്നത്? മീൻസ് എങ്ങനെയായിരുന്നു ഇതിലോട്ട് എത്തിച്ചേർന്നത്? ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര വണ്ടിപ്രാന്തനാണ്. ഓക്കെ, ഞാനും എൻ്റെ ഫാദറും കുടുംബരെ ഭയങ്കരമായിട്ട് വാഹനങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, നമ്മൾ പണ്ട് തൊട്ടേ നല്ല വാഹനങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം, വാങ്ങിക്കണം, അങ്ങനെ എപ്പോഴും ആഗ്രഹമുള്ളതാണ്. ഓക്കെ, നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടികൾ എന്ന് പറയുമ്പം പജീറോ സ്പോർട്ട്, MG ഹെക്ടർ, ജീപ്പ്, മറ്റേ കോമ്പസ്, അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നോവ, അങ്ങനെ പല ഉണ്ടായിരുന്നു. നമ്മളൊരു 3 വർഷം 4 വർഷം ഉപയോഗിക്കും, അത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അടുത്ത് എടുക്കും. ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഓൾട്ടോയിൽ തൊട്ട് തുടങ്ങി കോമ്പസ് അവസാനം എടുത്തത് MG ഹെക്ടർ. ഹെക്ടർ കഴിഞ്ഞിട്ടാണ് ഞാൻ ടിയാഗോ EV എടുത്തത്. അതിനുശേഷമാണ് ഇതിലോട്ട് വന്നത്. നമുക്ക് ഞാൻ MG ഹെക്ടർ കൊടുത്തിട്ടാണ് ടിയാഗോ EV എടുത്തത്. ആ സമയത്ത് എനിക്ക് കുറച്ച് ഓട്ടം കൂടുതൽ വന്നു. ഒരു 100 കിലോമീറ്റർ പുറത്തുള്ള ഓട്ടം ഡെയിലി ആയി. അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഞാൻ EV ചൂസ് ചെയ്തത്. അത് 2023 സെപ്റ്റംബർ സമയത്താണ് അന്ന് ടിയാഗോ EV എടുത്തത്. നമ്മുടെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാറും മിക്കവാറും പോയി വണ്ടികൾ എടുക്കുന്നത്. അപ്പം ടിയാഗോ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എടുത്തിട്ടില്ല, കാര്യം വണ്ടി എടുത്തു, നമ്മൾ ഓടിച്ചു. ഈ വണ്ടി അങ്ങനെ തന്നെയായിരുന്നു എടുത്തത്. ടെസ്റ്റ് ഡ്രൈവ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് പലപ്പോഴും കേരളത്തിൽ പോലും പലയിടത്തും ടെസ്റ്റ് ഡ്രൈവ് വണ്ടി പോലും തുടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ന്യൂസ്, ഓട്ടോമോട്ടീവ് ന്യൂസ് എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെയുള്ള സമയത്താണ് ഇത് വന്നു പ്രീ ബുക്ക് ചെയ്യാവുന്ന സമയമായപ്പോഴേ പ്രീ ബുക്ക് ചെയ്തു, വണ്ടി എടുത്തു, ഒന്നും നോക്കിയില്ല. ശരി, ഓക്കെ. അതും ടോപ്പ് മോഡലാണ് എടുത്തിരിക്കുന്നത്. 75 kW ബാറ്ററിയുടെ QWD മോഡലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഓൺ റോഡ് എത്ര കോസ്റ്റ് ആയി? എൻ്റെ ഓൺ റോഡ് കോസ്റ്റ് പറയുവാണെങ്കിൽ എനിക്കത് തന്ന കൊട്ടേഷൻ അനുസരിച്ച് 33,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അവരെനിക്ക് തന്നത്. പക്ഷേ ടാറ്റ അവിടെ എന്നെ ഞെട്ടിച്ചു. ഓൾറെഡി ഒരു ടിയാഗോ അവിടെ ഒരു EV ഉള്ളത് കൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ട് തന്നവർ. ഡയറക്റ്റ് 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട്. അതായത് അവരുടെ കസ്റ്റമറെ ഒന്നുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം EV ഉള്ള ആൾക്കാർക്ക് അടുത്ത EV എടുക്കുമ്പോൾ 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട്. വേറെ ഏതെങ്കിലും നോർമൽ ടാറ്റയുടെ ഏതെങ്കിലും വണ്ടികളാണുള്ളതെങ്കിൽ പെട്രോളോ ഡീസലോ
ഏത് വണ്ടിയാണെങ്കിലും 50,000 രൂപയുടെ ഡിസ്കൗണ്ട്. ഓക്കെ, അത് ശരി. അങ്ങനെ അവരുടെ റോയൽറ്റി പ്രോഗ്രാം, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അവരൊന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷേ വലിയ ഒരു കാര്യം എനിക്ക് തോന്നി. ഞെട്ടിപ്പോയി. 1,00,000 എന്ന് പറയുമ്പോൾ അത് ആദ്യം ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ലോയൽറ്റി പ്രോഗ്രാം പോലെ ഉണ്ട്. ഞാൻ വണ്ടി എടുത്തത് കോന്നി നെക്സോൺ ടാറ്റയാണ്. അപ്പം അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്ത് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് 1,00,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അന്നേരം അവർ പറഞ്ഞ് ക്യാഷായിട്ട് കിട്ടും എന്നല്ല, ചിലപ്പം എന്തെങ്കിലും ആക്സസറി ആയിട്ടോ എന്തെങ്കിലും ഫ്യൂച്ചർ പ്രോഗ്രാം ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർ ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നാണ് ശരിക്കും ഞെട്ടിച്ചത്. 1,00,000 രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ട്, വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 1,00,000 രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ട്. അടിപൊളി. ശരിക്കും ഞെട്ടിപ്പോയി. അത് 33 അത് കഴിഞ്ഞിട്ടാണോ? 25,000 1,00,000 രൂപ കുറച്ച് കിട്ടി. 32.5 lakhsന് 32.25 lakhs 1,00,000 രൂപ 32.25 lakhs നമുക്ക് കിട്ടി. ശരിക്കും XEV9 നോക്കിയിരുന്നോ? XEV9 ഞാൻ 36 ഓളം വരുന്നുണ്ട് ടോപ്പ് മോഡലില്. അത് 34 അടുത്ത് വരുന്നു. 34.5 ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസിന്റെ ഒക്കെ ചെറിയ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതനുസരിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി ആണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ പ്രത്യേകിച്ച് ഓൾ വീൽ ഡ്രൈവ് എല്ലാം കൂടെ വരുമ്പം വാല്യൂ ഫോർ മണി പക്കയാണ്. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം പറയാണ്, 360° ക്യാമറ. ഈ ഒരു ഒറ്റ ഫീച്ചറിന് വേണ്ടി 3, 4, 5 ലക്ഷം മുടക്കി നെക്സ്റ്റ് വേരിയൻസിലോട്ട് പലരും പോകാറുണ്ട്. പക്ഷേ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഫിക്സ് ചെയ്യാണ്. വെറും 25,000 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻബ്ലോയുടെ 360° ക്യാമറാസ് ഇന്ന് മാർക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഇവർ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചെയ്തു തരും. കേരളത്തിൽ തന്നെ ഇവരുടെ ഓഫീസും ഉണ്ട്, അതുകൊണ്ട് തന്നെ വാറണ്ടിക്കും സർവീസിനും യാതൊരു പ്രശ്നവുമില്ല. പേടിക്കേണ്ട, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് വയർ കട്ടൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വാറണ്ടിക്കും യാതൊരു ഇഷ്യൂസും വരില്ല. 4 ക്യാമറാസും ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേയും TPMS, ആൻഡ്രോയിഡ് ഓട്ടോ പോലത്തെ ധാരാളം ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഡിവൈസാണിത്. കുറേ വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയുള്ള ടീമാണ്. കൊച്ചിയിലും ഇവരുടെ ഓഫീസുണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. ക്യാൻബ്ലോയുടെ വെബ്സൈറ്റും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഹയർ വേരിയൻസ് ഓഫ് ക്യാമറാസും പല തരത്തിലുള്ള ക്യാമറാസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെയും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ വണ്ടിയുടെ 4 സൈഡും കാറിന് ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ടിയാഗോ EVയുടെ യൂസർ ആയിരുന്നു. കുറേ പേര് ടാറ്റയുടെ കുറേ ഇഷ്യൂസ് പറയാറുണ്ട്. ഇലക്ട്രിക് യൂസ് ചെയ്യുന്നവർ ടിയാഗോയും പഞ്ചും നെക്സൻ്റെ ഒക്കെ ഇഷ്യൂസ് പറയുന്നുണ്ട്. ബ്രോയ്ക്ക് ഇതുവരെ ടിയാഗോ EVയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യം ഇതിനകത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ടാറ്റക്കാർ ആദ്യം തന്നുകൊണ്ടിരുന്ന ടയറുകൾ വളരെ മോശമായിരുന്നു. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായതുകൊണ്ട് ബൾക്കായിട്ട് എടുക്കുമ്പം വരുന്ന എനിക്ക് അപ്പോളോയുടെ ടയറായിരുന്നു. ആ ടയർ ഒരു 2,000 കിലോമീറ്റർ ആയപ്പോഴും ഒരു ടയർ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ടയർ പൊട്ടിപ്പോയി. അത് ശരി. ബാക്കിലെ റൈറ്റ് സൈഡ് ടയർ പൊട്ടിപ്പോയി. പക്ഷേ അതിനകത്ത് അവരുടെ കസ്റ്റമർ സർവീസ്, ഓൺലൈൻ കസ്റ്റമർ സർവീസ് നല്ല രീതിയിലായിരുന്നു. അവരെ വിളിച്ച് നമുക്ക് ടോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ വണ്ടി വന്ന് നമ്മുടെ വണ്ടി ടോ ചെയ്ത്, അപ്പം അവർ ചോദിച്ചു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകണം. സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയ ടൈം എടുക്കും, എല്ലാവർക്കും വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ടയർ തൽക്കാലത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം, എന്നിട്ട് നമ്മൾ ടയർ മാറ്റിയാൽ മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ തന്നെ ടയർ പോയി വേറെ സെപ്പറേറ്റ് ഒരു ടയർ അറേഞ്ച് ചെയ്ത് തന്നു. ആ ടയർ ഇട്ടു. എന്നിട്ട് അടുത്ത ദിവസം കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോയി ആ ടയർ ചേഞ്ച് ചെയ്തു. അതല്ലാതെ ആ ഒരു 4 ടയർ ഞാൻ പെട്ടെന്ന് മാറ്റി. കാരണം റിസ്ക് ആണ്, അത് പെട്ടെന്ന് അത് വേൺ ഔട്ട് ആകുകയും ചെയ്തു ആ ടയർ. സോ അതല്ലാതെ ടാറ്റയുടെ വണ്ടി യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല? ഞാൻ വണ്ടി ടിയാഗോ എടുത്തത് പത്തനംതിട്ട MK മോട്ടോഴ്സിനായിരുന്നു. അപ്പം നിർത്തിപ്പോയത് അത് നിർത്തിപ്പോയത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അവരുടെ കസ്റ്റമർ റിലേഷൻഷിപ്പും അതുപോലെ സർവീസ് വളരെ മോശമായിരുന്നു. ഞാൻ 2 സർവീസ് അവിടെ ചെയ്തിട്ടുള്ളൂ, 5,000 ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ അവർ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് രാവിലെ 9 മണിക്ക് കൊണ്ട് തന്ന 3 മണിയാകുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിടും. അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊക്കെ തരത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ പണ്ട് പറയത്തില്ലേ, നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്, വണ്ടി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് വരെ അവർ നമ്മൾ നേരെ ഇത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് ചില ഷോറൂമിനെ കുറിച്ച് പറയത്തില്ല. അത് ശരിക്കും സെയിം അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ട് അവർ കൂട്ടിപ്പോയി. പക്ഷേ അതിന് ശേഷം തൊട്ട് പറയണ കോന്നിയിൽ ലെക്സൺ ടാറ്റ തുടങ്ങിയത്. ശരിക്കും അതിൻ്റെ ഓഫീസിൻ്റെ വളരെ അടുത്താണ്. അവിടെ കൊണ്ടുചെന്നു അവരുടെ തുടക്കത്തിൽ അന്നേരം ആ സമയത്ത് തുടങ്ങിയതേ ഉള്ളൂ. 2024 സ്റ്റാർട്ടിങ്ങിൽ അവർ തുടങ്ങിയത്. അപ്പോൾ അന്നേരം കുഴപ്പമില്ല, ആദ്യം വലിയ പ്രശ്നമില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളൂ.
ഫസ്റ്റ് സർവീസിന് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ വളരെയധികം ഇമ്പ്രൂവ് ആയി. ഇപ്പം നല്ല സർവീസാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പം ടാറ്റയെക്കുറിച്ച് മെയിനായിട്ട് ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ ടാറ്റയുടെ സർവീസാണ്. വണ്ടി പെർഫെക്റ്റ് ആണ്, വണ്ടിയുടെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റും ആരും പറയുന്നില്ല. വണ്ടി സ്ട്രോങ് ആണ്, നല്ല പെർഫോമൻസ് ആണ്, എല്ലാം ആണ്. ഫീച്ചേഴ്സ് എല്ലാം ആവശ്യം കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, അവർ തരുന്നുണ്ട്. എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. റേഞ്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. റേഞ്ച് ഇഷ്യൂസ് അവർ 315 പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി 200 കിട്ടുന്നത്. ലോങ് റേഞ്ച് വർഷം എടുത്തത്. ലോങ് റേഞ്ചിന് 200 കിട്ടുന്നു. 200 കിട്ടത്തുള്ളൂ. അത് അങ്ങനെയാണ്, ആരോടിച്ചാലും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ഒരു 40-45 ആ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഓടിക്കുവാണെങ്കിൽ കിട്ടും. എൻ്റെ ഡ്രൈവിന് അത് നടക്കത്തില്ല. റോഡി വണ്ടികളൊന്നും ഇല്ലെങ്കിൽ ഒരു 90-100 ആ റേഞ്ചിൽ പോകും, അല്ലെങ്കിൽ 60-70 ആ റേഞ്ചിൽ പോകും. നമുക്ക് ഓടി എത്തണ്ടേ? ഇപ്പം നമുക്ക് ഒരുപാട് സമയമില്ല. റേഞ്ച് കിട്ടുക എന്നുള്ളതല്ലല്ലോ പ്രയോറിറ്റി, സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് സ്ഥലത്ത് എത്തുക എന്നുള്ള പ്രയോറിറ്റി. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനകത്ത് റേഞ്ച് ഇഷ്യൂ അല്ലേ തോന്നിയിട്ടില്ല. ഇപ്പം ഒരു മര്യാദയ്ക്ക് AC ഇട്ട് ഓടിച്ചാൽ 180-200 ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഓട്ടത്തിന് അത് പക്കാണ്, ഒരു പ്രശ്നമില്ല. എനിക്ക് 240 വരെ കിട്ടിയിട്ടുണ്ട്. അതാണ് മാക്സിമം എനിക്ക് കിട്ടിയിട്ടുള്ളത്. 240 കിട്ടിയപ്പം ബാക്കി 18% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബാറ്ററിയുടെ ഇഷ്യൂ വന്നായിരുന്നു. ബാറ്ററി ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു 40,000 ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ ബാറ്ററി 30 നിന്ന് പെട്ടെന്ന് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. ആദ്യം 30 നിന്ന് ഡ്രോപ്പ് ആകാൻ തുടങ്ങി. 30 വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചാർജ് കുറയും. മറ്റേ നോർമലി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1% ചാർജിൽ 2 കിലോമീറ്റർ രീതിയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഒരു 1% 1 കിലോമീറ്റർ എന്നുള്ള രീതിയോടാണ്. അപ്പം 30% പിന്നെ പെട്ടെന്ന് കുറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്ന് ഞാനത് ടാറ്റയിൽ കാണിച്ചു, ലെക്സോണി ഫോണിൽ തന്നെ കാണിച്ചു. അപ്പം ആ സമയത്ത് അവിടെ ടെക്നീഷ്യൻ എന്തോ ഇല്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു, അപ്പോഴത്തേക്ക് പിന്നെയും പെട്ടെന്ന് ഒന്നുകൂടെ കുറയാൻ തുടങ്ങി. അപ്പോൾ സഡൻ ഡ്രോപ്പ് അല്ല, 30 ചാർജ് കുറയുന്ന ഒന്നുകൂടെ സ്പീഡിൽ കുറയാൻ തുടങ്ങി. ഒരാഴ്ച ടെക്നീഷ്യൻ വന്ന് അവർ വിളിച്ചു, ഞാൻ ചെന്നു, നോക്കിയിട്ട് പറഞ്ഞു ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി മാറ്റി വെച്ച് തരാം. കാരണം 8 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് ബാറ്ററി മാറ്റി വെച്ച് തരാമെന്ന് പറഞ്ഞു. ഒരു ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ബാറ്ററി വരാനുള്ളൊരു സമയം എടുത്തതേ ഉള്ളൂ, ഒരു 7 ദിവസം 8 ദിവസം എടുത്ത് ബാറ്ററി വരാൻ വേണ്ടി. ബാറ്ററി വന്നു, ഒറ്റ ദിവസം കൂടെ ഒരു മാറ്റി വെച്ച് റെഡിയാക്കി ടെസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല, കാര്യത്തൊക്കെ ഹാപ്പിയാണ്. നമ്മൾ ഇത്രയും കാര്യം പഴയ വണ്ടിയെ പറ്റി ചോദിച്ചത്, നിങ്ങൾ വിചാരിക്കും ഹാരിയർ ചെയ്ത് കൊണ്ട് ഒരു ടിയാഗോയുടെ റിവ്യൂ പറയുന്നതിന് ഒരു ടാറ്റ IVI പ്രീവിയസ്ലി യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഇത് വന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അറിയണം, അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചോദിച്ചത്. പിന്നെ ഡ്രൈവറുടെ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയുമാണ് ഹാരിയർ EVയുടെ മെയിൻ കാര്യങ്ങളിലോട്ട് നമ്മൾ വരുന്നത്. സോ 32.25 lakhs ടോപ്പ് മോഡൽ ഹാരിയർ EV സ്വന്തമാക്കിയതിൽ ഹാപ്പിയാണോ? അതിനകത്തെ ഫീച്ചേഴ്സ് കൊണ്ട് ഹാപ്പിയാണോ? അതിൻ്റെ ഡ്രൈവ് കൊണ്ട് ഹാപ്പിയാണോ? എല്ലാം ഒന്നറിയണം. നിലവിൽ ഞാൻ എടുത്ത വണ്ടി ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡെലിവറി കിട്ടിയത്. ചിങ്ങ1 ഡെലിവറി എടുത്തിട്ട് ഇതുവരെ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇതുവരെ ഒരു ഞാൻ 400 കിലോമീറ്ററിനടുത്ത് ഓടിച്ചത് ഇത്രയും വരെ വെച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ വണ്ടിയുടെ പെർഫോമൻസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ നീ പഠിക്കാനുണ്ട്. ടാറ്റക്കാർക്ക് പോലും ഇതുവരെ പറഞ്ഞു തരാനുള്ള ഇതായിട്ടില്ല, കാരണം അത് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അതിനകത്തെ ഒരു രസം എന്ന് വെച്ചാൽ ഇവർ പ്ലാൻ ചെയ്തല്ല ഈ വണ്ടി ഇറക്കിയത്. രസം ടാറ്റ ആയിരുന്നു ടോപ്പ് EV വിട്ടുകൊണ്ടിരുന്ന ഒരു സമയം വരെ. പെട്ടെന്നാണ് വിൻസർ EV ഇറങ്ങിയത്. അതുപോലെ മഹീന്ദ്രയുടെ BE6ഉം XUV9 അത് ഇറങ്ങി. അതിന് ഭയങ്കര ബുക്കിംഗ് കിട്ടിയ വണ്ടി ഇറങ്ങാൻ തുടങ്ങി. പ്രത്യേകിച്ച് വിൻസർ EV ടാറ്റയുടെ 1ാം നമ്പർ സ്ഥാനം കൈയടക്കി. ആരും പ്രതീക്ഷിച്ചില്ല, ആ മാസം തന്നെ എല്ലാം കൈയടക്കും. ആരും പ്രതീക്ഷിച്ചില്ല. 18 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്. നല്ല ഫീച്ചറുകളുണ്ട്. പിന്നെ ആ ബാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അത് പക്ഷേ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നില്ല, കാരണം തുടക്കത്തിൽ എടുത്ത ഒരുപാട് പേർക്ക് അത് പണി കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ്, ബാറ്ററി സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ അത് നല്ലപോലെ ഇറങ്ങി. വണ്ടി നല്ലതാണ് കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു, എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നിടത്ത് പുള്ളിയുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വണ്ടി നോക്കിയായിരുന്നു. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ഡിസൈൻ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി റോഡിൽ കണ്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഡിസൈൻ. MGയുടെ ഡിസൈനിന്റെ പ്രത്യേകത, കാരണം മറ്റേ അവരുടെ ചെറിയ വണ്ടി ഉണ്ടല്ലോ, കോമറ്റ്, ആ കോമറ്റിന്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ വണ്ടി നല്ലതാണ്. MGയുടെ വണ്ടി അടിപൊളിയാണ്. കാരണം ഹെക്ടർ ഉപയോഗിച്ചതുകൊണ്ട് എനിക്കറിയാം. ഓൾറെഡി MG യൂസർ ആണല്ലോ. അതുകൊണ്ട് MGയുടെ വണ്ടി നല്ലതാണ്, ക്വാളിറ്റി. നമ്മളിപ്പോൾ പലരും പറയും ചൈനീസ് കമ്പനിയാ ഒക്കെ പറഞ്ഞാലും ഒരു സംശയം. കാരണം പലപ്പോഴും ചൈനീസ് കമ്പനികൾ ഇപ്പം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കും. BYD ഞാൻ BYD നോക്കിയായിരുന്നു.
പക്ഷേ ആ ഒരു റേഞ്ച് അത്രയും പോകണ്ട എന്നുള്ള നേരത്തെ തീരുമാനിച്ച് വെച്ചോണ്ട് അതിലോട്ട് പിന്നെ പോയില്ല. അവരുടെ അറ്റോ 3 ഓടിച്ചപ്പോഴും ഫാദറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു എക്സൈറ്റിംഗ് സംഭവങ്ങളൊന്നും ഇപ്പോഴത്തെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത് നോക്കുമ്പോൾ അതിന്റെ ടോപ്പിന് പ്രൈസ് 35 ലക്ഷത്തിൽ പുറത്ത് പോകുന്നുണ്ട്. അതെ അതെ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഫീച്ചറുകളെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. കമ്പയർ ചെറിയ വലുതായിട്ടൊന്നും പറയത്തില്ല, ചെറിയ രീതിയിൽ. പിന്നെ ഹൈറ്റ് ആണെങ്കിലും ഇതിനാണ് കൂടുതൽ, വിഡ്ത്ത് എല്ലാ രീതിയിലും ഇതിനാണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിന്നപ്പം ഈ മഹീന്ദ്രയുടെ വണ്ടികളും MG വന്നപ്പോഴത്തേക്ക് ആണ് ഇത് പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ടാറ്റ താഴെ പോയി, അവർ തിരിച്ചു വരണമല്ലോ. തിരിച്ചവർ പെട്ടെന്നൊരു ക്വിക്ക് റിയാക്ഷൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതൊരു വലിയ അടിയാണ്. അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4-6 മാസം കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരുന്ന വണ്ടിയായത്. പെട്ടെന്ന് അത് എൻ്റെ ഒരു ഇതാണ്, തോട്ടാണ്. കാരണം ഞാൻ സർവീസ് സെൻ്ററുകളിലൊക്കെ സംസാരിച്ചപ്പോൾ അവരും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത്ര പെട്ടെന്നൊരു ലോഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പം ആ വണ്ടികളിൽ ഒന്നുമില്ലാത്തൊരു കാര്യം ഇതിലുണ്ട്, ക്വാഡ് വീൽ ഡ്രൈവ്. ആ ഒരു ക്വാഡ് വീൽ ഡ്രൈവിന് വേണ്ടിയാണ് ഈ ടോപ്പ് മോഡലിലോട്ടൊക്കെ വന്നത്. റോഡ്സിൽ ഈ ഹൈവേകളിൽ പോകുമ്പോൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റി വളരെ അത്യാവശ്യമാണ്. അതിപ്പം പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത്, ക്രൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വളവൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി കുറവ് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കോർണർ നല്ലപോലെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല, ഒരു ക്രിയേഷൻ വരുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കുറവായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് എനിക്കത് MG നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഹെക്ടർ നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ടിയാഗോ ഓടിക്കുമ്പോൾ ടിയാഗോ പിന്നെ റീജിയൻ ഉള്ളത് കൊണ്ട് അത് കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇതിനകത്ത് ക്വാഡ് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഒരു നോർമൽ ഓടുന്ന സമയത്ത് ഒരു 40-50 വരെ ഓടുന്ന സമയത്ത് 2 വീൽ ഡ്രൈവ് തന്നെ, റിയർ വീൽ ഡ്രൈവ് ആണ് ഇതിനകത്ത് വരുന്നത്, ഡിഫോൾട്ട് അങ്ങനെ വരുന്നത്. പക്ഷേ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് 4 വീലിലാകും. 4 വീലായിട്ട് വളവിനൊക്കെ നല്ല പെർഫോമൻസ് ആണ്. അത്ര ഓടിയതിനകത്ത് അത്രയാണ്. ആ ഒരു ക്വാഡ് വീൽ ഡ്രൈവിന്റെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതാണ്. സോ ക്വാഡ് വീൽ ഡ്രൈവ് എടുക്കണോ അതോ നോർമൽ റിയർ വീൽ ഡ്രൈവ് തന്നെ മതിയോ എന്നുള്ളത് വാങ്ങുന്നവർ ആലോചിച്ച് തീരുമാനിക്കുക. അതിനെക്കാട്ടി നല്ല പ്രൈസ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതിനകത്ത് ക്വാഡ് വീൽ ഡ്രൈവ് നോർമലി കാണിക്കുന്ന ഓഫ് റോഡ് പോകാനെന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് ഓഫ് റോഡ് പോകുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. പ്രത്യേകിച്ച് വില കൂടിയ വണ്ടിയുടെ എടുക്കുമ്പോൾ ആരും ഓഫ് റോഡ് പോകാറില്ല. ബാറ്ററി പാക്ക് താഴോട്ട് നിൽക്കുന്ന വണ്ടി കൊണ്ട് എത്ര പേര് ഓഫ് റോഡ് പോകാൻ ധൈര്യപ്പെടുന്നു അറിയില്ല. ബാറ്ററി പാക്കിന്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ, അത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് വരെ. കാരണം ടാറ്റയുടെ ഞാൻ അന്വേഷിച്ചപ്പം അറിഞ്ഞു ഇതുവരെ കേരളത്തിൽ ഒരു വണ്ടി എന്തോ ഉള്ളൂ പിന്നെ ബാറ്ററി പാക്ക് താഴെ ഇടിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് കംപ്ലൈന്റ് വന്നത്. അതൊരു ടിയാഗോയാ, ആള് ഉറങ്ങി പോകുന്നത് ചെയ്തിട്ട് കുഴി ചാടി അടി ഇടിച്ച് അങ്ങനെ ബാറ്ററി പാക്കിന് പ്രശ്നം. കാരണം അത്യാവശ്യം നല്ല രീതിയിലാണ് ബാറ്ററി പാക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഹുണ്ടായിയുടെ ബാറ്ററി ഒത്തിരി താന്നായിരിക്കും, അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ബാക്കി എല്ലാത്തിന്റെ പെർഫെക്റ്റ് ആയിട്ട് കൺസീൽ ചെയ്താണ് മിക്കവാറും എല്ലാം വരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം. പിന്നെ വണ്ടിയുടെ റേഞ്ച് ആണ് അടുത്തൊരു കാര്യം. ടാറ്റ ഒരു 100-200 കിലോമീറ്ററൊക്കെ എക്സ്ട്രാ കൂട്ടി പറഞ്ഞിട്ട് ശരിക്കും റിയൽ ലൈഫിൽ കിട്ടുന്നത് വളരെ കുറവാണ് എന്നുള്ളൊരു പരാതി എല്ലാവർക്കും ഉണ്ട്. ടിയാഗോയിൽ അത് തന്നെ ആയിരുന്നു, ഇതിൽ വന്നപ്പോഴും ഇതിന് ഏകദേശം ഇവർ ഇപ്പം നിലവിൽ പറയുന്നത് 622 കിലോമീറ്റേഴ്സ് ആണ് അവരുടെ MIDC റേഞ്ച് പറയുന്നത്. എന്നിട്ട് ടാറ്റ തന്നെ പറയുന്നുണ്ട് യൂസറിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു 75% എന്തോ ഒരു 75 സൈക്കിൾ എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ട് പറയുന്നുണ്ട്. അത് അവർ പറയുന്നത് 490 to 500 കിട്ടും എന്നാണ് പറയുന്നത്. അത് കിട്ടും, മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. നിലവിൽ ഞാൻ ഇപ്പോൾ ഓടിച്ചപ്പം കഴിഞ്ഞ ദിവസം ഞാൻ 140 കിലോമീറ്ററോളം ഓടിച്ചായിരുന്നു. അപ്പോഴും ആ ഒരു ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 500 അടുത്തുള്ള റേഞ്ച് കിട്ടുന്നുണ്ട് മര്യാദയ്ക്ക് ഓടിച്ചാൽ. അപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങിനാണെങ്കിൽ ഒരു 450-460 ആ റേഞ്ചിൽ കിട്ടത്തുള്ളൂ. ഫുൾ AC നമ്മൾ ഇട്ട് പോയാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിച്ചാൽ ഒരു 450 സുഖമായിട്ട്. ബാറ്ററി 75 ആണെങ്കിൽ 65ന്റെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. 65 അതിലോട്ട് പോകണമെന്ന് തീരുമാനിച്ചില്ല. ഇല്ല, കാരണം നമുക്ക് മാക്സിമം റേഞ്ചാണ് വേണ്ടത്. എങ്ങനെ കൂടുതൽ ദൂരം ഓടാന്നില്ല നമ്മളെപ്പോഴും നോക്കുന്നത്. രണ്ട് രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. ഒന്ന് കൂടുതൽ പെർഫോമൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടുതൽ എഫിഷ്യൻസി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ റേഞ്ച് കിട്ടണം, കൂടുതൽ ദൂരം ഓടണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരുണ്ട്. എനിക്ക് പെർഫോമൻസും എഫിഷ്യൻസി രണ്ടും ഒരുപോലെ വേണം. അപ്പം പെട്ടെന്ന് നമുക്കുള്ളതാണെങ്കിൽ നല്ല സ്പീഡിൽ പോകും, നല്ല സമയമുണ്ട് പതുക്കെ പോയാൽ ക്രൂസ് പതുക്കെ നോർമൽ സ്പീഡിൽ ക്രൂസ് പോകും. എങ്ങനെയായാലും ഒരു 450 കിലോമീറ്റർ റേഞ്ച് ഈസി ആയിട്ട് കിട്ടും. അത് വിഷയമൊന്നുമില്ല. ക്വാഡ് വീൽ ഡ്രൈവ് ഒക്കെ എടുത്തിട്ട് ആ ഒരു റേഞ്ച് കിട്ടുന്ന രീതിയിൽ മാത്രം ഓടിക്കാനും തോന്നില്ലല്ലോ, നമുക്ക് രീതിയിൽ ഓടിക്കാൻ തോന്നുള്ളൂ.
ഇത് തോന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് EV കാർ എടുത്തിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പൈസ ഒത്തിരി ലാഭിക്കണം ഓരോ വർഷവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 lakhs മുകളിലോട്ടുള്ള വണ്ടികൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു 15 താഴെയുള്ള വണ്ടികൾ, മീൻസ് ചിലർ പറയും ഇത് EV എടുത്തിട്ട് എന്താ കാര്യം, പെട്രോളിൻ്റെ കാശ് ടയറിന് കൊടുക്കേണ്ടത്, അതിന് മീൻസ് കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ അങ്ങനെയുള്ള മുതലാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ പഞ്ച് അല്ലെങ്കിൽ കോമറ്റ് EV, ടിയാഗോ, അതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. വിൻസർ EV വരെ വേണമെങ്കിൽ പറയാം, നല്ല ഓപ്ഷൻസ് ആണ്. ഓടിച്ച് മുതലാക്കണമെന്നുണ്ട്. ബേസ് മോഡലൊക്കെ 15 ഓൺ റോഡ് കിട്ടും, ബാസ് ഇല്ലാതെ. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ ഇതൊന്നും അങ്ങനെ മുതലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു നല്ല പെർഫോമൻസ് കിട്ടുക, റോഡിൽ നല്ലൊരു ഇത് കിട്ടുക, ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്യുക. കാര്യം വെച്ചാൽ നമുക്കിപ്പം ഒരാൾക്ക് ഒരു മാസം 500 കിലോമീറ്റർ ഒക്കെ ഓട്ടോ ഉള്ളൂ, അങ്ങനെ ഒരാൾ EV എടുത്തിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര നഷ്ടം. ലാഭമാക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ട് കാര്യമില്ല, ഓടിച്ച് രസിക്കാൻ വേണമെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി വണ്ടി വേണം, വീട്ടിൽ ഇട്ടേക്കാൻ വേണം, ഒരു മാസം കുറച്ച് ഓട്ടോ ഉള്ളെങ്കിൽ EV എടുത്താൽ ഓക്കെ. അല്ലാതെ ഒരു ലാഭമാക്കണം, പെട്രോൾ അടിക്കുന്ന കുറയണം, അപ്പോൾ ഒരു പക്ഷേ ഒരു 500-1000 കിലോമീറ്റർ ഓട്ടോ ഉള്ളെങ്കിൽ EV എടുത്തിട്ട് കാര്യമില്ല. അതേസമയം അതൊക്കെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാണ് ഏറ്റവും നല്ലത്. അതേസമയം ഒരു 1000 തൊട്ട് 2000 കിലോമീറ്റർ, 1000, 1500, 2000 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഹൈബ്രിഡ് വണ്ടികളാണ്. ഹൈബ്രിഡ് വണ്ടികൾ ഇപ്പം ടൊയോട്ടയുടെ ഹൈ റൈഡർ, അതുപോലെ വിറ്റാര, അങ്ങനെയുള്ള വണ്ടികൾ അത് നല്ല ഓപ്ഷൻസാണ്. അതേസമയം അത് 1500 പുറത്തോട്ട് ഓട്ടോ ഉണ്ട്, 1500, 3000, 4000, 5000 ഒരു മാസം ഓട്ടോ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് EV നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ട ഈ EV ഏറ്റവും കൂടുതൽ എടുത്ത് ഓടി മുതലാക്കുന്നവർ ചെറിയ ബിസിനസ്സുകളുള്ളവർ, ഡെയിലി നല്ല ഓട്ടോ ഉള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് പക്ക പെർഫെക്റ്റ് ആണ്. പ്രോയ്ക്ക് ഒരു 2000 കിലോമീറ്റർ മാസം ഉണ്ടോ? 2000 പുറത്തുണ്ട്. 3000. കാരണം എൻ്റെ ടിയാഗോ EV ഞാനിപ്പോൾ എടുത്തിട്ട് ഈ സെപ്റ്റംബർ 2 വർഷം ആവത്തേ ഉള്ളൂ. ഓൾറെഡി 55,000 കിലോമീറ്റർ ആവും. അത് ശരി. ഓക്കെ. സെപ്റ്റംബർ തീരുമ്പോഴത്തേക്ക് അത് 60,000 ആവും. ഓക്കെ. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് ഉപയോഗം നിർത്തുന്നില്ല, അത് മാറി മാറി ഉപയോഗിക്കും. കാരണം ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോങ് ഓട്ടോ, ഫാമിലിക്ക് വേണ്ടിയുള്ള ഓട്ടോ. മറ്റേത് ഞാൻ ഓടിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്, എൻ്റെ ഡെയിലി കമ്മ്യൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ശരിക്കും ഹാരിയറിന്റെ ടോപ്പ് മോഡൽ എടുക്കണമെങ്കിൽ, പവർ ടെയിൽ ഗേറ്റ് ഒക്കെയുള്ള മോഡൽ എടുക്കണമെങ്കിൽ 34 lakhs ഒക്കെ ഓൺ റോഡ് പ്രൈസ് ആവുന്നത് അല്ലേ? നോർമൽ ഹാരിയർ ഐസ് വേർഷൻ 35 lakhs ഒക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 32.5 ഓൺ റോഡ് കിട്ടി, ഏറ്റവും ടോപ്പ് മോഡൽ. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര നമുക്ക് വാല്യൂ ഫോർ മണി വർത്താണ്. ഇതിനകത്ത് കിട്ടുന്ന ഫീച്ചറുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വർത്താണ്. ഓക്കെ. അതെ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു വന്നത് ടയറിലേക്കായിരുന്നു, അവിടെ നിന്ന് നമ്മൾ വഴുതി മാറിപ്പോയി. സോ ടയർ ഒരു 19 inches ടയറാണ് വന്നിരിക്കുന്നത്. ടയർ മാറുന്ന സമയത്ത് ഈ കിട്ടിയ ലാഭമെല്ലാം പോകുമല്ലോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിട്ടുണ്ടോ? സോ അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു? അത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു മര്യാദയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ ഓടിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഗുഡിയറിൻ്റെ ടയറാണ്. നേരത്തെ ടാറ്റ അപ്പോളോയുടെ കൊടുത്തിരിക്കുന്നത്, അത് മാറ്റിയിട്ട് ഗുഡിയറിൻ്റെ ഇലക്ട്രിക്കിനുള്ള സ്പെസിഫിക് ടയറാണ്. അപ്പം ഒരു പല രീതിയിൽ ഓടിച്ച് പല റേഞ്ച് കിട്ടിയ പറയുന്നവരുണ്ട്. ഇപ്പം 10,000 കിലോമീറ്റർ ടയർ മാറുന്നവരുണ്ട്, 1,00,000 കിലോമീറ്റർ വരെ ഓടിയവരും ഉണ്ട്. ടിപ്പിക്കലി പറയുമ്പോൾ 50,000, 60,000 എങ്ങനെയല്ലോ ഓടും. ഇതിനൊരു 40+ കിട്ടും. ഇപ്പോൾ കുഴപ്പമില്ല, കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഓടിച്ചാലേ അറിയത്തുള്ളൂ. കാരണം ടോർക്ക് വളരെ കൂടുതൽ, 504 Nm ടോർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അറിയത്തില്ല, അത് ഓടിച്ച് വന്നാലേ അറിയത്തുള്ളൂ. ഇപ്പൊ ടിയാഗോയ്ക്ക് ഞാനിപ്പം ഇട്ടേക്കുന്ന നോർമൽ ടയറാണ്, EV സ്പെസിഫിക് ടയറല്ല. MRF-ൻ്റെയും JK ടയറിൻ്റെയും 2 കമ്പനിയുടെ ഞാൻ ഇട്ടേക്കുന്നത്. അതിപ്പം ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 45,000 കിലോമീറ്റർ ഓടി. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇനിയും അത് എങ്ങനെയായാലും 20,000, 30,000 കിലോമീറ്റർ ഓടും. കാരണം അതിന് ലൈഫ് കിട്ടുന്നുണ്ട്. അത് പക്ഷെ മാറണമെങ്കിൽ 4 ടയർ കൂടെ 20,000 ആവുള്ളൂ. ഇത് പക്ഷെ ഒരു ടയറിന് 25,000. അതാണ് ഒരു എനിക്കൊന്ന് 18,000 to 22,000 ആ റേഞ്ച് കിട്ടും. നോർമൽ ടയർ ഇട്ടാലും മതി. നമുക്ക് ഈ EV സ്പെസിഫിക് ടയർ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമൽ ടയർ ഇട്ടാൽ 10 കിലോമീറ്റർ റേഞ്ച് കുറയും, അത്രയുള്ളൊരു വിഷയം വരുന്നുള്ളൂ. അത് മര്യാദയ്ക്ക് ഓടിച്ചാൽ അത് അതിനകത്ത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു പ്രശ്നം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. EVക്ക് EVയുടെ ടയർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കിടാം, അത്രേ ഉള്ളൂ. അതിന് വില കൂടുതലാണ്. EVയുടെ ഫുൾ ടോർക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രിപ്പ് കിട്ടണം, അല്ലെങ്കിൽ ടയർ നോയ്സ് കുറഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചിട്ടാൽ മതി. അല്ലാതെ ഇടണം നിർബന്ധമില്ല. കാരണം എങ്ങനെ അത് നിർബന്ധം പറയുന്നില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇതിന് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയർ എന്നാ പറയുന്നത്. അപ്പോൾ അതിട്ടാൽ ഒന്നുകൂടെ കുറച്ചുകൂടെ റേഞ്ച് കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത്. എൻ്റെ വണ്ടിയുടെ പെർഫോമൻസ് നല്ലപോലെ കിട്ടും പറയുന്നത്. അതല്ലേ എല്ലാം. അതെ.
പക്ഷേ അങ്ങനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. കാരണം ഞാൻ മറ്റേ വണ്ടി ടിയാഗോയ്ക്കകത്ത് നോർമൽ ടയറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും എൻ്റെ വന്നിട്ടില്ല. റേഞ്ചിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എമൗണ്ടിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. എമൗണ്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഒരു ടയറിൽ തന്നെ എനിക്ക് അതിനകത്ത് 3000-4000 രൂപ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഒറ്റ ടയറിൽ തന്നെ. പിന്നെ പല കമ്പനിയുടെ വരുമ്പോൾ വ്യത്യാസം വരും. ഞാൻ അന്ന് നോക്കിയത് ഈ ഗുഡിയറിൻ്റെ തന്നെ EV ടയറായിരുന്നു നോക്കിയത്. അതിൽ നിന്ന് എനിക്ക് 4000 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു പെർ ടയർ. ആ സമയത്ത് ഒരു 1.5 വർഷം മുമ്പ്. ഇപ്പം അത്ര നോക്കിയിട്ടില്ല. ഓക്കെ. സോ വണ്ടിയുടെ ഡിസൈൻ വൈസ് എന്താണ് പറയാനുള്ളത്? ഹാരിയർ EV കൊണ്ടുവന്നപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ഡിസൈനിൽ ഇറക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ, അതോ ഈ ഡിസൈൻ തന്നെ? അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കാരണം ഓൾറെഡി ടാറ്റ ഹാരിയറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഡിസൈനാണ്. ആൾക്കാർക്കെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ. ഇപ്പം ഞാൻ വണ്ടി എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം, ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യരുത്. ഈ B9 നിന്ന് മാറാനുള്ള മെയിൻ ഒരു കാരണം, B9 മാറാനുള്ള മെയിൻ ഒരു കാരണം അതിന്റെ ഡിസൈനാണ്. ഒരു ഫ്യൂച്ചർ നല്ല ഡിസൈനാണ്, മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഡിസൈനാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ക്രൗഡിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എനിക്ക് അത്രയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ വേണ്ട. എനിക്ക് വീട്ടിൽ മാർക്കും അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെ B6 പറയുമ്പം അതിനകത്ത് ഒട്ടും സ്ഥലമില്ലാത്ത സ്പോർട്സ് കാറാണ്. പുറകെ ഇരിക്കുന്നവർക്ക് കയറി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തലയിടിക്കുക. ഒരുപാട് പേര് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല, വണ്ടി കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴേ തോന്നി, കാരണം ബാക്കിൽ കയറി ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എടുത്ത ആൾക്കാരും പറഞ്ഞത് പുറകെ കയറി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ നമുക്ക് വെച്ച് തന്ന ആള് അത് അടൂരിലുള്ളതാണ്, ശ്രീരാജ് എന്തോ പുള്ളിയുടെ പേര്. പുള്ളി B6 എടുത്തായിരുന്നു. B6 വൺ ഓഫ് ദ ഫസ്റ്റ് ഡെലിവറി പുള്ളിയുടെ. പുള്ളി ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ട് വണ്ടി ഓടിച്ചിട്ട്. വണ്ടി അടിപൊളിയാണ്, നല്ല ഡിസൈനൊക്കെയാണ്, ആൾക്കാർ നോക്കി നിൽക്കും, അതൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് പുറകെ ഇരിക്കുന്നവർക്ക് കയറിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് കയറുന്ന സമയത്ത് തലയിടിക്കും. കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കൊന്നും പ്രശ്നം കാണുന്നില്ല കയറിയിരിക്കാൻ, പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർ കയറിയിരിക്കാൻ പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോയില്ല. B6 പോയില്ല, XUV9 പോയില്ല. 9 എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് എടുത്തേ. കാരണം ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവർ ലോഞ്ച് ചെയ്തത്. സോ ഇതിന്റെ ഡിസൈൻ ഓക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. ഹെഡും ടെയിലും എല്ലാം അല്ല, അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. ഒത്തിരി ഓവറായിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പവർ ആൻഡ് ടോർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. സോ ആ ഒരു 400 bhp പവറും 500+ Nm ഓഫ് ടോർക്കും ഒക്കെ പറയുന്നുണ്ട് ഓൺ പേപ്പർ. അതൊക്കെ ഓടിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? 504 Nm ടോർക്കാണ് അവർ പറയുന്നത്. ആ ടോർക്കുണ്ട്. പക്ഷെ പവറിനകത്ത് നമ്മൾ ഈ 400 bhp പറയുന്നതിന് 2 മോട്ടറിന്റെ പവർ കൂട്ടുന്നതാണ്. പക്ഷേ അതല്ല ശരിക്കുള്ള എൻ്റെ പവർ. ടാറ്റ പവർ എങ്ങും പറയുന്നില്ല. ടാറ്റ ക്ലെയിം ചെയ്യുന്ന പവർ 300+ മാത്രം. അതിനകത്ത് ഒരു റീസൺ പറയുന്നത് ഞാനത് ചോദിച്ചു. നോർമലി എല്ലാ വണ്ടികളുടെയും ടോട്ടൽ പവർ പറയുന്നത് 2 മോട്ടറിൻ്റെ പവർ കൂട്ടുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല? ഇപ്പോൾ 400 bhp പവർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ടാറ്റയുടെ ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞാണ്, പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമല്ല, കുറച്ച് എഫിഷ്യൻസിക്കും കൂടെ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു പീക്ക് പവർ കിട്ടുവാണെങ്കിൽ ഒരുപാട് ഇത് റേഞ്ച് കുറയും. ഇപ്പം അറിയാതെ ഒരാൾ ഓടിച്ചാൽ റേഞ്ച് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് കുറയും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഒരു പവർ ബാറ്ററിയുടെ ഔട്ട്പുട്ട് ലിമിറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് ഒരു 300 bhp വരെ പവർ വരത്തുള്ളൂ. അതും നോർമൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത്രയും വരത്തില്ല. നോർമലി റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 250 bhp പവറേ അതിനകത്ത് വരത്തുള്ളൂ. 250 അടുത്ത് ഉള്ള പവറും അതുപോലെ ടോർക്കും ആ സമയത്ത് ലിമിറ്റഡ് ആണ്. നമ്മൾ നല്ലപോലെ കാല് കൊടുക്കുന്നതനുസരിച്ച് അത് സ്വിച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ട്യൂൺ ചെയ്തിരിക്കുന്നത് വളരെ നല്ല അടിപൊളിയായിട്ട്. തുടക്കത്തിൽ നമ്മൾ നോർമലി കാല് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലെ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ കുതിച്ച് ചാട്ടമൊന്നുമില്ല. ഇപ്പം XUV9 പറഞ്ഞേക്കുന്നത് ഭയങ്കരമായിട്ട് പവർ കയറി വരും. ഒരു നോർമൽ ഇതായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് പവർ കയറി വരുന്ന ഒരു ഫീൽ എല്ലാവരും പറയുന്നുണ്ട്. ഇതിനകത്ത് പവർ നല്ലപോലെ കയറി നമ്മൾ നല്ലപോലെ കാല് കൊടുത്താൽ. ഇതുപോലെ സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് മോഡ് ഇട്ടാൽ നല്ലപോലെ പവർ കിട്ടും. ആ പവറിൻ്റെ ഒരു 80-90% പവറും കിട്ടും. ടോർക്കും ഒരു 80% ടോർക്കും ഡയറക്റ്റ് അന്നേരം കിട്ടും. പിന്നെ ബൂസ്റ്റ് മോഡുണ്ട്. 10 സെക്കൻഡിലേക്ക് എൻ്റെയർ പവറും എൻ്റെയർ ടോർക്കും നമുക്ക് കിട്ടും. അതിനകത്താണ് ഇവർ പറയുന്നത് 6.3 സെക്കൻഡ് കൊണ്ട് 0 to 100 എന്ന് പറയുന്നത്. ആ ഒരു ബൂസ്റ്റ് മോഡലാണ് അത് കിട്ടും. ഞാൻ ഇതൊരു ബൂസ്റ്റ് മോഡ് ഇട്ട് നോക്കിയിട്ടില്ല, ആവശ്യം തോന്നിയിട്ടില്ല.
കാരണം അല്ലാതെ തന്നെ കാല് കൊടുത്താൽ നല്ല പവറും ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നോർമൽ റോഡിൽ അത് തന്നെ ധാരാളം അധികമാണ്. കാരണം ഒരു 200 BHP ആവശ്യമേ ഉള്ളൂ നമുക്ക്. ടിയാഗോ ഓടിക്കുക അതിനകത്ത് ഏകദേശം 80-70 BHP അങ്ങോട്ടേ പവറുള്ളൂ. അത് തന്നെ നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ റോഡിൽ റേസിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയുള്ളവർക്ക് മാത്രം മതി. അപ്പം ഇതിന്റെ പവറിലും ടോർക്കിലും എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയിരിക്കും. അങ്ങനെ വേറെ ഇനിഷ്യലിൽ ലാഗ് ഉള്ളതൊന്നും ഒരു വിഷയമല്ല. ട്യൂണിങ് വളരെ നല്ല രീതിയിലാണ്. റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് നോർമൽ ഒരാൾക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ട്യൂൺ ചെയ്തേക്കുന്നത്. അതെനിക്ക് വളരെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം പെർഫോമൻസ് വേണോ ആ സമയത്ത് നമുക്ക് പെർഫോമൻസ് കിട്ടും. സ്പോർട്സ് മോഡ് ഇട്ടാൽ നല്ല പെർഫോമൻസ് ആണ്. ഇനി പെട്ടെന്ന് വേണം ബൂസ്റ്റ് മോഡ് ഇട്ടാൽ മതി, ഒറ്റയടിക്ക് കയറി പോകും, എല്ലാം പക്കാ കിട്ടും. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ടപ്പോൾ തന്നെ ടയർ ഒന്ന് കറങ്ങി, അപ്പോഴത്തേക്ക് 4x4 ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ആയിട്ട് വണ്ടി തന്നെ കയറി പോയിക്കോളും. അങ്ങനെയുള്ളതൊന്നുമില്ല, പ്രശ്നമില്ല. എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ സസ്പെൻഷൻ വൈസോ മോശം വഴികൾ ഓടിച്ചോ? മോശം വഴികൾ അത്യാവശ്യം കുറച്ച് വഴികൾ ഓടിച്ചായിരുന്നു. ഞാൻ നോർമലി പോകുന്ന വഴി അവിടെ കുറേ ഭാഗത്ത് റോഡ് നല്ല രീതിയിൽ തകർന്ന് കിടക്കും. ഇളകി കിടക്കുന്ന പറയാൻ പറ്റില്ല, തകർന്ന് കിടക്കും. റോഡ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് ദൂരം ഇന്നർ റോഡാണ്, തകർന്ന് കിടക്കും. ആ വഴി കൂടെ ഒക്കെ പോയപ്പോൾ എൻ്റെ സസ്പെൻഷൻ പക്ക. സസ്പെൻഷൻ എല്ലാവരും എടുത്ത് പറയുന്ന കാരണം അകത്ത് ഈ റോഡിലെ കുഴികൾ അകത്തോട്ട് വരുന്ന ഇമ്പാക്റ്റ് വളരെയധികം അവർ കുറച്ചിട്ടുണ്ട്. ഓൾ വീൽ ഡ്രൈവ് കൂടെ ആയതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും പുറകെ ഇതിനകത്ത് ഫ്രീക്വൻസി ഡാമ്പിംഗ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്. അതൊക്കെ കൂടിയ വണ്ടികളിൽ വരുന്ന അഡാപ്റ്റീവ് ഡാമ്പിംഗ്, ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ്, FDD എന്നെന്തോ പറയുന്നത്. ബേസിക്കലി പറയുന്ന ഒരു 20 മില്ലി സെക്കൻഡിലെങ്ങാണ്ട് റോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും. 20 മില്ലി സെക്കൻഡിൽ എക്സാക്ട് അല്ല, 20 10 എനിക്ക് തോന്നുന്നത്. 10-20 ആ റേഞ്ചിലെന്തോ ആണ്. അതായത് മൈന്യൂട്ട് ടൈമിലാണ് അത് ഓരോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിനകത്ത് ഫ്രണ്ട് റഡാറുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് റോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് റോഡിലെ കുഴികളും എല്ലാം അനുസരിച്ച് അതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും. മക്ഫേഴ്സൺ സ്ട്രട്ടാണ് വരുന്നത്. അതുപോലെ പുറകെ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ്റെ കാര്യം പക്ക. ഒരു കംപ്ലൈൻറ്റും സസ്പെൻഷൻ കാര്യത്തിലില്ല. ലോങ് ഡ്രൈവ് ₹1 കോടി പുറത്ത് കിട്ടുന്ന പ്രീമിയം വണ്ടികളിൽ കിട്ടുന്ന കംഫർട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിപ്പം അത് മഹീന്ദ്രയുടെ XCV90 ആണെങ്കിലും ഓൾമോസ്റ്റ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് കൂടുതൽ പ്രധാനം അടുത്ത് നിൽക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ പുതിയൊരു വണ്ടി എനിക്ക് തോന്നുന്നു 700യുടെ EV വരുന്നതിനകത്ത് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് കേട്ടു. വരുമ്പോൾ അറിയാം. ഇപ്പം ബോഡി റോളിങ്ങിനെ എങ്ങനെ നോക്കി? ബാക്കിൽ ആളിരുത്തി ലോങ് ഡ്രൈവ് ഒക്കെ പോയി നോക്കിയോ? ലോങ് നമുക്ക് അത്യാവശ്യം ഓടിച്ചപ്പോൾ ബോഡി റോളിംഗ് ഒരു ബെറ്റർ ഫീൽ ഉണ്ടോ? ഇപ്പം കോമ്പസിലും ഹെക്ടറിലും ഒക്കെ ഇരുന്ന പോലെ തന്നെയാണോ? ബോഡി റോളിംഗ് ഇല്ല ഇതിനകത്ത്. ബോഡി റോളിംഗ് വളരെ കുറവാണ്. ഇന്ന് ഇത് ഓടിച്ചത് വരെ ഈ ഭാവിയിൽ എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ ലോങ് റൂട്ട് പോകുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഫോർച്യൂണറുള്ള ഒരാൾ ഇരുന്നായിരുന്നു, ബാക്കി ഇരുന്നായിരുന്നു. അപ്പോൾ പുള്ളി എടുത്ത് പറഞ്ഞത് ഫോർച്യൂണറിനെക്കാട്ടി കംഫർട്ട്നെസ് ഉണ്ട്, അതുപോലെ ഒന്നും പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അകത്ത് അറിയുന്നില്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതല്ല, അകത്ത് ഫോർച്യൂണറിനെക്കാട്ടി സ്ഥലമുണ്ട്. കാരണം ശരിയാണ്, ഫോർച്യൂണറിനെക്കാട്ടി 20 സെൻറ്റിമീറ്റർ വീതിയുണ്ട് വണ്ടിക്ക്, കൂടുതൽ 20 സെൻറ്റിമീറ്റർ വീതി കൂടുതലുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് അകത്തറിയുന്നുണ്ട്. ഫോർച്യൂണർ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്, ഹൈറ്റും ഉണ്ട്, പക്ഷേ വീതി കുറവാണ്. സത്യം നമുക്ക് ഈ സഫാരി ശ്രദ്ധിച്ചിട്ടുണ്ട്, വണ്ടി ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്താണ് മുകളിലോട്ട് കയറുന്നത്. അകത്തപ്പോൾ അതിനനുസരിച്ച് കൺജസ്റ്റഡ് ആകും. പിന്നെ ആ പ്രശ്നമില്ല, സ്ട്രൈറ്റ് തന്നെയാണ് വരുന്നത്. അകത്ത് നല്ല കംഫർട്ടാണ്. ഓക്കെ, സോ ഇതാണ് ഹാരിയർ EVയുടെ ഇൻറ്റീരിയർ. എങ്ങനെ തോന്നുന്നു ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഫീലും? അല്ലെങ്കിൽ ഇൻറ്റീരിയർ നല്ല ഭംഗിയാണ്, മിനിമൽ ഡിസൈന്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എന്നാൽ ആവശ്യമുള്ള ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇപ്പം പല കമ്പനികളും ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ ഇതിന് ബട്ടൺസ് എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേക്കകത്താക്കും. അത് ശരിക്കും ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ്. MGയുടെ അതുപോലെ XCV90 അതിനകത്തെല്ലാം ബട്ടൺസ് എല്ലാം ഡിസ്പ്ലേക്കകത്താക്കും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം കുറേ ബട്ടൺസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ടച്ച് ബട്ടൺ ആണെന്നുള്ള കപ്പാസിറ്റി ടച്ച് ബട്ടൺ ആണെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷേ യൂസ് ചെയ്തപ്പം അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം AC ആണെങ്കിലും AC ഓട്ടോ ആക്കണമെങ്കിലോ ഏത് രീതി വേണമെങ്കിലുള്ള ഡീഫോഗർ, അതുപോലെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള, ഡോർ ലോക്ക് ചെയ്യാൻ, അൺലോക്ക് ചെയ്യാൻ, 360 ക്യാമറ, അതെല്ലാം അവിടെ ഉണ്ട്. അതായത് കപ്പാസിറ്റീവ് ആണെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് വണ്ടിയിൽ ഇന്റീരിയർ കയറിയപ്പോൾ ഇഷ്ടപ്പെട്ടത്? ഇന്റീരിയർ കയറിയപ്പം കളർ തീമാണെങ്കിലും, കാരണം ഒരു ഗ്രേ
കോമ്പിനേഷൻ, ഓക്കെ, ഒരു ഗ്രേ ഓഫ് വൈറ്റ് കോമ്പിനേഷൻ, അതുപോലെ ഈ ഒരു ഡിസൈൻ അത് ഇഷ്ടപ്പെട്ടു. വൈറ്റ് കാർബൺ ഫൈബർ ഫിനിഷ് പോലത്തെ. ഇതിന്റെ തൊട്ടുമുകളിൽ ഒരു വെർഷൻ ഉണ്ട്, സ്റ്റെൽത്ത് എന്ന് പറയുന്ന ഒരു വെർഷൻ ഉണ്ട്, ഫുള്ളി ബ്ലാക്ക് ഔട്ടാ. അതിനകത്ത് ഇത് കറക്റ്റ് കാർബൺ ഫൈബറിന്റെ ഫിനിഷ് ആയിരിക്കും. അത് നല്ല ഭംഗിയാണ്. പക്ഷെ എനിക്ക് ബ്ലാക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അതിലോട്ട് പോകാതിരുന്നത്. കാരണം പ്യുവർ ബ്ലാക്ക് അല്ല, ഫുള്ള് ബ്ലാക്ക് ആണ്. അപ്പം അഴുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് മാറ്റ് ബ്ലാക്ക് ആണ്, എക്സ്റ്റീരിയർ മാറ്റ് ബ്ലാക്ക് ആണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിലോട്ട് പോയില്ല. പിന്നെ വൈറ്റ് ഒരു ക്ലാസിക് കളറാണ്. വീട്ടിലെ മിക്കവാറും വണ്ടികൾക്കെല്ലാം വൈറ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ കയറുമ്പോഴേ ഇതിന്റെ ക്യാമറ കാണുമ്പോൾ ഒന്ന് ഞെട്ടിയെന്നിരിക്കും. അതെ, അതുപോലത്തെ ക്വാളിറ്റിയാണ് ക്യാമറയ്ക്ക് വന്നിരിക്കുന്നത്. 3D വ്യൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള 3D വ്യൂ, നല്ല വ്യൂ ആണ്. ഞാൻ മുമ്പേ റിവേഴ്സ് എടുത്തപ്പോൾ 4K ക്യാമറയാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയാണ് ക്യാമറയ്ക്ക് വന്നിരിക്കുന്നത്. അതാണ് അട്രാക്ട് ചെയ്തത്. ആംഗിൾസിൽ നമുക്ക് കിട്ടും. ഓക്കെ, അത്രയും ക്യാമറ ആംഗിൾസിൽ നിന്ന് കിട്ടും. എല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. ആ ചുറ്റിനും ക്യാമറ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള കളികളാണ്. അണ്ടർ ബോഡിയിൽ നിന്നുള്ളതും ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് റോക്ക് റോൾ മോഡ് ഇടുമ്പോൾ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റും. നോർമലി ഇതാണ് കിട്ടുന്നത്, നമുക്ക് 3D വ്യൂ. അത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അടുത്ത് ഒബ്ജക്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ട് അത് കാണുന്നുണ്ട്. സോ 360 ഡിഗ്രി ക്യാമറയ്ക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നല്ല വഴിയുണ്ട്. ഇലക്ട്രിക് കാർസിനെ അല്ല, നമ്മൾ നോർമലി എല്ലാ വണ്ടികൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 25,000 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 360 ഡിഗ്രി ക്യാമറാസ് ആണ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചത്. പക്ഷേ ഇതിൽ ഏതായാലും 540 ഡിഗ്രി ക്യാമറാസ് ആണ് വന്നിരിക്കുന്നത്, 360 അല്ല. ഏതായാലും 360 ഡിഗ്രി ക്യാമറയിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് അടുത്തടുത്ത വേരിയൻസ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ് ഈ ഒരു കാര്യം. ഓക്കെ, പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം നമ്മൾ ചോദിച്ചില്ല. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്? ഇതിൻ്റെ ബാറ്ററി പാക്ക് 75 kW ആണ്. ഓക്കെ, അപ്പം നോർമലി വരുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ വീട്ടിൽ 7.2 kW ചാർജറുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു 10 to 11 hour നോർമലി എടുക്കും നമ്മൾ അതിനകത്ത് ചാർജ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ 3.3 kW ആണെങ്കിൽ ഓൾമോസ്റ്റ് 20 hour പുറത്തെടുക്കും. ഓക്കെ, നമ്മളൊരിക്കലും സീറോ ആക്കിയിട്ടല്ല ചാർജ് ചെയ്യുന്നത്. ഒരു നമ്മൾ ഓട്ടത്തിനനുസരിച്ച് ഒരു 30, 40, 50% എന്നൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവസാനം ചാർജ് ചെയ്തത് ഒരു 60%, 100% വരെ. അതിൻ്റെ ഒരു 2.5 hour അത്ര എടുത്തു 7.2 kW. ചാർജിങ് ടൈം ഓക്കെ, ചാർജിങ് ടൈം ഓക്കെ. അതുപോലെ ചെയ്ത കാര്യം 7.2 വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ AC ചാർജർ ചെയ്യത്തുള്ളൂ. DC ചാർജർ 120 kW വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ AC ചാർജർ 7.2 വരെ ഇവർ കൊടുത്തിട്ടുള്ളൂ. 11 ഇത്രയും കപ്പാസിറ്റിയുള്ള ബാറ്ററി 11 kW ചാർജർ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് അവർ കൊടുത്തിട്ടില്ല. അത് കൊടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ബാക്കി ക്വാളിറ്റി ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ്, സ്വിച്ചസിൻ്റെ ഒക്കെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഫിനിഷിംഗ് ഒക്കെ എങ്ങനെ തോന്നുന്നു? സ്വിച്ചസിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. ആണോ? നല്ലപോലെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷും ടാറ്റയുടെ പല വണ്ടികളുടെ എപ്പോഴും പ്രശ്നം പറയുന്നത് റാറ്റിലിംഗ് സൗണ്ട്. ടിയാഗോയ്ക്കകത്തുണ്ട് റാറ്റിലിംഗ് സൗണ്ട് ഉണ്ട്. വണ്ടി എടുത്തൊരു 5000 km ആയപ്പോൾ തന്നെ റാറ്റിലിംഗ് സൗണ്ട് നല്ലപോലെ നമുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇതിനകത്ത് ഇതുവരെ ഒരു 400 km ഓടിച്ചു, ഇതുവരെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലപോലെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡോറിന്റെ തഡ്സ് ആണെങ്കിലും പിന്നെ ഡോർ ഗ്യാപ്പ് ആണെങ്കിലും പാനൽ ഗ്യാപ്പ് ഉണ്ട്, ഇല്ലെന്നല്ല, കുറഞ്ഞു. അണീവനായിട്ടുള്ളതെല്ലാം മാറി, ഒന്നുകൂടെ ഗ്യാപ്പുകളൊക്കെ കുറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി കൂടി, പ്രത്യേകിച്ച് ഡാഷ്ബോർഡിന്റെ മുകളിലുള്ള സോഫ്റ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആയി. അതുപോലെ ഇതൊക്കെ ഒന്നുകൂടെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയി. പിയാനോ ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും കാണാൻ ഭംഗിയാണ്. അതുപോലെ ഗിയർ ലിവർ, അതുപോലെ ഇത് കർവിനകത്ത് വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അവർ കൊടുത്തു. ഇതിനകത്ത് ഇപ്പൊ വരുന്നത് ഇതിന്റെ മോഡ്സ് ആണ്, സാൻഡ്, സ്നോ, ഗ്രാസ്, അങ്ങനെയുള്ള മോഡ്സ്, കസ്റ്റം മോഡ്, സിറ്റി മോഡ്, അതൊക്കെയാണ് ഇതിനകത്ത് ഇത് വെച്ച്. പിന്നെ ഗിയർ നോബ്, പിന്നെ വരുന്നത് ഇത് ബൂസ്റ്റ് മോഡ്, 10 സെക്കൻഡ് ഇതിന്റെ ഫുൾ പവറും എല്ലാം കിട്ടും. ഇത് എക്കോണമി മോഡ്, പിന്നെ ഇപ്പോൾ സൈഡിൽ സ്പോർട്സ് മോഡ്, ഇത് ഓട്ടോ പാർക്കിന്റെ ബട്ടൺ. അത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, സോ അങ്ങനെയുള്ള അതിനുള്ള എല്ലാം ബട്ടൺസ് വന്നിരിക്കും. നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റിയറിംഗ് ആണ്. പക്ഷേ എനിക്ക് ഓൾറെഡി നമ്മുടെ കർവിനകത്തൊക്കെ വന്ന, അതുപോലെ ടാറ്റയുടെ ഐസ് എഞ്ചിൻസ് അത് വന്ന സ്റ്റിയറിംഗ് സ്റ്റാൻഡേർഡ്, അത് ഒരു സ്റ്റാൻഡേർഡ് ആക്കിക്കോണം. അത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സ്റ്റിയറിംഗ്. പിന്നെ ഇതിന്റെ നടുക്കത്തെ ലോഗോ ഇല്യൂമിനേറ്റഡ് ആണ്. വണ്ടി ഓഫ് ആക്കുമ്പോൾ അതങ്ങ് പോകും.
ബഗ്കള് കൺട്രോൾസ് എല്ലാം ഇവിടെ ഇതിനകത്ത് 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ് അകത്ത് വന്നേക്കുന്നത്. അത് നല്ല ക്രിസ്പ് ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് എല്ലാം തന്നെ ഇവിടെയാണ് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ഇതിനകത്ത് സ്ക്രീനിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം. ഇനി ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ ടോപ്പ് മോഡൽ എടുക്കുന്നതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അട്രാക്റ്റഡ് ആയതാണ് ഈ ഓട്ടോമാറ്റിക് പാർക്കിങ്, റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഈ ഫീച്ചർ ഉപയോഗിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ? ആ ഫീച്ചറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാണിക്കാൻ വേണ്ടിയുള്ള ഫീച്ചർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഓട്ടോ പാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പാർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് പാർക്ക് ചെയ്ത് പോകേണ്ട സ്ഥലത്ത് ഓട്ടോ പാർക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും, കൂടുതൽ സമയം എടുക്കും. കാരണം വണ്ടി തന്നെ എല്ലാം ഡിറ്റക്ട് ചെയ്ത് അതാക്കി വരണം. അതുപോലെ അതിനനുസരിച്ച് സ്പേസ് വേണം, പ്രോപ്പറായിട്ടുള്ള സ്പേസ് മാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ആവത്തുള്ളൂ. അതൊരു യൂസ്ഫുൾ ഫീച്ചർ എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഇവിടെ ഓരോ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ഫീച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ റിമോട്ടിന്റെ ഫീച്ചർ, റിമോട്ട് കീ അത് ഒരു ബെനിഫിറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം വെച്ചാൽ നമ്മൾ കൺജസ്റ്റഡ് പാർക്കിംഗ് വണ്ടി കിടക്കുവാണ്, നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കാനും അതുപോലെ അങ്ങ് കയറ്റി ഇടാനും അത് നമുക്ക് പ്രയോജനം. ട്രൈ ചെയ്ത് നോക്കിയോ? ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഡിലേ ഉണ്ട്. വണ്ടി റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതാക്കി വരാൻ ഇച്ചിരി ഡിലേ ഉണ്ട്. നമുക്ക് ഈ കീയിലാണ്, ഇതാണ് എൻ്റെ കീ, ഒരു വെറൈറ്റി കീ ആണ്, റൗണ്ട് ഷേപ്പിലുള്ളത്. ഓക്കെ, ഈ കീക്ക് അതാണ് എൻ്റെ കാര്യങ്ങൾ മൊത്തം വരുന്നത്. അത് ഇത് ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വണ്ടി മുന്നോട്ടും പുറമോട്ടും എടുക്കാം. അപ്പം ഇതിൻ്റെ എനിക്കൊരു ഇത് ഇട്ട് തോന്നി, ഇത് ഇച്ചിരി ഹാർഡായിട്ട് ഇത് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കും അങ്ങനെ കൊടുത്തേക്കുന്നത്. ഹോൾഡ് ചെയ്ത് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകും. പിന്നെ പാർക്ക് എങ്ങോട്ട് വേണമെങ്കിലും മുന്നോട്ടോ പുറമോട്ടോ എടുക്കാം. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇതിനകത്തൊരു നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ, നമ്മൾ ഒരു കൺജസ്റ്റഡ് വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് 50 മീറ്റർ വരെ നമുക്ക് വണ്ടി തന്നെ നമുക്ക് റിവേഴ്സ് എടുത്ത് തരും. അത് നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. റിവേഴ്സ് വരുന്ന ഒരു ഫീച്ചറാണ്. 50 മീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് എടുക്കും. അതൊക്കെ BMW ടോപ്പ് മോഡൽസിനകത്ത് വരുന്ന ഒരു ഫീച്ചറായിട്ട് പറയുന്നതാണ്. ഇവര് ശരിക്കും ഞെട്ടിച്ചത്. മിക്കവാറും XV 700 അത് മിക്കവാറും അത് വരാനുള്ള സാധ്യത അല്ല ഇതിലുണ്ട്. B6 XV9 ഉണ്ട്, പക്ഷെ അത് എടുത്ത് പറഞ്ഞിട്ടില്ല, ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് ഫ്യൂച്ചർ അപ്ഡേറ്റ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ആപ്പിൾ കാർപ്ലേ ഒന്നും അതിനകത്ത് ഇതുവരെ ആപ്പിളും മഹീന്ദ്രയും തമ്മിൽ കുറച്ച് പ്രശ്നത്തിലാണ്. പക്ഷെ അക്കാര്യത്തിൽ ഇത് പെർഫെക്റ്റ് ആണ്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയിലും ഡയറക്റ്റ് തന്നെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ടിയാഗോയ്ക്ക് അത് തന്നെ നമുക്ക് വയേർഡ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അതിനകത്ത് തന്നെ അവർ തരുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് ഗൈസ്, ഡാഷ് ക്യാം. റേഞ്ച് റോവറിൽ നിന്ന് അടിച്ചു വേണമെങ്കിൽ പറയാം. നമ്മുടെ എന്താ ഡിഫൻഡറിനകത്ത് ഉള്ള ഫീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു ഫീച്ചറാണിത്. ഓക്കെ. നമുക്ക് നല്ല ക്ലിയർ ആണ് ഇതിന്റെ ക്യാമറ. ഷാർപ്പിൻ ആന്റിലാണ് ഇതിന്റെ ക്യാമറ വന്നേക്കുന്നത്. ഇത് DVR റെക്കോർഡഡ് ആണ്. ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ, ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ്. എക്സ്ട്രാ ഡാഷ് ക്യാം മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത് പക്ഷേ അതിനകത്ത് ലിമിറ്റേഷൻ ഉള്ള 30 മിനിറ്റ്സ് വരെ റെക്കോർഡ് ആവത്തുള്ളൂ. അതൊരു ക്ലിപ്പായിട്ട് വന്ന് കിടക്കും. കുറച്ച് ഇതിനകത്ത് മെമ്മറി കാർഡ് 32 GB എന്തോ ആണ്, 3264 ആണ്. അത് ഇതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാവും. നമുക്ക് പിന്നെ ഇതിനകത്ത് QR കോഡ് വെച്ചിട്ട് നമ്മൾ മൊത്തം എടുക്കുന്നത്. ശരിക്കും ഈ ഒരു IRVM യൂസ് ചെയ്ത് റിയർ വ്യൂ നോക്കുന്നതാണോ അതോ നോർമൽ മിററിൽ നോക്കുന്നതാണോ സൗകര്യം? ഞാൻ നോർമൽ മിററിൽ നോക്കിക്കൊണ്ടിരുന്ന എനിക്കതായിരുന്നു സൗകര്യം. പക്ഷേ ഇതിപ്പോ വന്നു കഴിഞ്ഞപ്പം ഇതില്ല, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്കായിട്ട് കാൽക്കുലേഷൻ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഒട്ടും ഡിലേ ഇല്ല. നല്ല പക്ക ലൈവ് ആണ്. ഒരു സെക്കൻഡ് പോലും ഡിലേ ഇല്ല. കറക്റ്റ് ആയിട്ട് ഇപ്പം സ്പ്ലിറ്റ് വ്യൂ ആണെങ്കിലും നമുക്ക് കിട്ടും. ഫ്രണ്ട് ബാക്ക് സ്പ്ലിറ്റ് വ്യൂ കിട്ടും. പിന്നെ വണ്ടി ഓടിക്കുകയും ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് വ്യൂ എല്ലാം മാറി റിയർ വ്യൂ മാത്രമായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന QR കോഡ് വെച്ചിട്ടാണ് അതെല്ലാം എടുക്കുന്നത്. എന്നുള്ള ഗുണമാണ്. പിന്നെ നമ്മുടെ ജയന്റ് പനോരമിക് സൺറൂഫ് യൂസ് ചെയ്യാറുണ്ടോ?
അങ്ങനെ യൂസ് ആക്കാം. നമുക്ക് ഇവിടെ ഇത് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വല്ല ഹില്ലി ഏരിയയിലോട്ടൊക്കെ നല്ല കാലാവസ്ഥയിൽ പോകുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഹെക്ടറിന് അതുണ്ടായിരുന്നത് അന്ന് നമ്മൾ മൂന്നാർക്ക് പോയ സമയത്ത് വളരെ കുറച്ച് സമയം ഉപയോഗിച്ചെന്നല്ലാതെ അത് പക്ഷേ മഹീന്ദ്ര ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ അതിനകത്ത് മൂൺ റൂഫാണ് കൊടുത്തേക്കുന്നത്. അതാ കാരണം നമുക്ക് കൂടുതൽ മൂവിങ് പാർട്സ് വരുമ്പോൾ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതൽ, ലീക്കേജ് വരാനുള്ള സാധ്യത. അപ്പം മൂൺ റൂഫ് ആകുമ്പോൾ ആ പ്രശ്നമില്ല, ഫിക്സ്ഡ് ആണ്. നമുക്കത് മെയിൻ്റെനൻസ് ഒന്നും എക്സ്ട്രാ വരത്തില്ല. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് അതിനകത്ത്. പിന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഇതിന്റെ ഒരു കീ. ഈ കീ കൂടാതെ വരുന്ന ഒരു കീ ഇതാണ് വെച്ചാൽ ടെസ്ല അടിച്ചു മാറ്റിയതാ. ഈ കീ ഇത് വെച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, വണ്ടി അൺലോക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാം. പിന്നെ ഇവര് ഡിജിറ്റൽ കീയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ആപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും അത് വെച്ച് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ഗുണമുണ്ട്. ഇത് കീ ഇവിടെ വെച്ചാൽ മതി, ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് മാറ്റിയിടാം. പിന്നെ സീറ്റ്സിന്റെ കാര്യങ്ങളെല്ലാം ഇലക്ട്രിക് സീറ്റ്സ്, മെമ്മറി ഫംഗ്ഷൻസ് എല്ലാം നോർമൽ പോലെ വന്നിരിക്കുന്നു. കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക് ആണ് വന്നിരിക്കുന്നത്. പിന്നെ കോ പാസഞ്ചറിന് അത് ബോസ് മോഡ് എന്ന് പറയുന്ന വരുന്നുണ്ട്. പുറകെ ഇരിക്കുന്ന ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് സ്വിച്ചസ് ആണ്. അതിന്റെ സ്വിച്ചസ് ഉണ്ട്, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ഫ്ലോർ ഇലക്ട്രിക് കാറാണ്, ബാറ്ററി പാക്ക് ഒക്കെ വരുന്നുണ്ട്. സോ അതിന്റെ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ പൊങ്ങി നിൽക്കും. സോ ബാക്കിലിരിക്കുന്നവർക്ക് തൈ സപ്പോർട്ട് തൈ സപ്പോർട്ട് അത്യാവശ്യമുണ്ട്. നേരത്തെ വരുന്ന ഏറ്റവും ഒരു കംപ്ലൈന്റ് ആയിരുന്നു, പുറകെ ഇരിക്കുന്ന തൈ സപ്പോർട്ട് ഒട്ടും കിട്ടത്തില്ല എന്നുള്ളത്. അത്യാവശ്യം ഒരുവിധം ഒരു 6 അടി വരെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ പുറത്ത് ഹൈറ്റ് ഉള്ളവർക്ക് 6 അടി പുറത്ത് ഹൈറ്റ് ഉള്ളവർക്ക് ചില ഇതായിരിക്കും. കാരണം അത് ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ട് ഇലക്ട്രിക് കാറിന്. ആ ഒരു ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ട്. അതിനകത്ത് മഹീന്ദ്രയുടെ ബാക്ക് സീറ്റ് XUV90യുടെ ബാക്ക് സീറ്റ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കംഫർട്ട് വൈസ് ഇച്ചിലൂടെ അത് എനിക്ക് അത് ടാറ്റക്കാരുടെ എനിക്ക് ഏറ്റവും സങ്കടമായിട്ടായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ബാക്ക് സീറ്റ് ഒട്ടും നമുക്ക് ഒരു ഫിക്സ്ഡ് പൊസിഷനാണ്. എൻ്റെ ചാരി ഇരിക്കുന്നത് ഫിക്സ്ഡ് പൊസിഷനാണ്. അതൊന്ന് കുറച്ച് പുറമോട്ട് ടിൽറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതില്ല. അതൊരു വിഷമരായിട്ട് ടാറ്റയോട് പറയുന്നൊരു കാര്യമാണ്. അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ പവർ ടെയിൽ ഗേറ്റ്സ് വന്നിരിക്കുന്നു. ഫീച്ചേഴ്സ് പറയാൻ തുടങ്ങി കഴിഞ്ഞ ഈ വീഡിയോ തീരില്ല. ഓൾറെഡി 40 മിനിറ്റ്സോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പ്യൂരിഫിക്കേഷൻ എല്ലാം ചെയ്യും. അതായത് ഇത് കറക്റ്റ് ആണെങ്കിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഡോൾബി അറ്റ്മോസ്. ഇത് നല്ല പെർഫെക്റ്റ്. ഇത് XUV90 വരുന്നുണ്ട്. സോ അതൊക്കെയായിരുന്നു നമുക്ക് Harrier.EVയുടെ ടോപ്പ് മോഡലിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രോയ്ക്ക് എന്ത് സജഷൻസ് ആണ് കൊടുക്കാനുള്ളത് ഈ വണ്ടിയിലോട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ ഒരു EV എടുക്കാൻ നോക്കുന്നവർക്ക് എന്ത് സജഷൻസ് കൊടുക്കാനുണ്ട്? ഫസ്റ്റ് ടാറ്റ ഹാരിയർ EV എടുക്കുന്നത് പ്രൈസ് വർത്തി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എടുത്താൽ നമ്മൾ ഒരിക്കലും നഷ്ടബോധം തോന്നത്തില്ല. അതിപ്പോൾ XUV90യുടെ കാര്യത്തിലുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. രണ്ടും ഒരേ രീതി കോമ്പീറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് കൂടെ വരുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന വണ്ടികൾ തന്നെ രണ്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ EV എടുക്കുന്നവർക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓട്ടം കുറവാണെങ്കിൽ ഒരിക്കലും EV എടുക്കരുത്. നല്ല ഓട്ടമുണ്ട് എങ്കിൽ മാത്രമേ EV എടുക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ EV കൊണ്ട് ലാഭമാക്കാൻ പറ്റും. പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളതൊക്കെ പണ്ടത്തെ സമയത്തായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഐസ് വണ്ടിയുമായിട്ട് പ്രൈസിന് വലിയ വ്യത്യാസമൊന്നും ഇപ്പൊ വരുന്നില്ല. കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് EVയുടെ പ്രൈസ്. അതുപോലെ ബാറ്ററിയുടെ ആണെങ്കിലും ഇപ്പൊ വലിയ വിഷയങ്ങൾ വരുന്നില്ല. കാരണം ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ അവൈലബിലിറ്റി കൂടി, അവിടെ സർവീസ് കൂടിയതിനനുസരിച്ച് അവൈലബിലിറ്റി കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എടുക്കുകയാണെങ്കിൽ നല്ല ഓട്ടം ഉള്ളവർ മാത്രം EV എടുക്കുക. മിനിമം ഒരു മാസം ഒരു 1500 കിലോമീറ്റർ പുറത്ത് ഓട്ടം ഉള്ള ഒരാളാണെങ്കിൽ EV ധൈര്യമായിട്ട് എടുക്കാം. എടുത്ത് ഓടി മുതലാക്കാം. നമ്മളിപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വിൽക്കാൻ നോക്കുമ്പോൾ എന്തോരം റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. ഇപ്പോൾ ഒരു ഐസ് മോഡൽ വാഹനം കുറയുന്നതിനെക്കാട്ടി ഒരുപാട് റേറ്റ് കുറയും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല ഒരു ബൈ ആയിരിക്കും. ഓട്ടോ ഉള്ളവർക്ക്. ഓട്ടോ ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു നല്ല ബൈ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അതായത് ഇതിൻ്റെ ഒന്ന് ലോങ് ടേം ഏതായാലും കിട്ടാറായിട്ടില്ല. അപ്പം വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും കുറച്ച് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.
അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പുതിയ ഇതുപോലുള്ള ഫസ്റ്റ് ഇംപ്രഷനും ഫുൾ യൂസർ എക്സ്പീരിയൻസ് ലോങ് റൺ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.